ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതിയുടെ യഥാർത്ഥ മുഖംമൂടി സച്ചി വലിച്ചു കീറിയതെ തുടർന്ന് ശ്രുതി ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോവാണ്. അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ അറിയിക്കുകയാണ്. ഈ സമയം വീട്ടിൽ ശ്രുതിനെ കാണാണ്ടാവുമ്പോൾ ശ്രുതി ആവട്ടെ അമ്മയടുത്ത് വന്നിട്ട് പറയാണ്, അമ്മയെ ശ്രുതിനെ കാണാനില്ല, ഇവിടെ മുഴുവൻ തപ്പിയെന്ന് പറയുകയാണ്. അപ്പോൾ രവിയേട്ടൻ പറയണ്ട, ആ മോനെ എന്നാൽ നീ പോയിട്ടൊന്ന് അന്വേഷിക്കും, സച്ചി നീയും കൂടെ ചെല്ലടാന്ന് പറയണം. അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോകാമെന്ന് പറയാണ്. അങ്ങനെ സച്ചിയും ശ്രുതിയും കൂടിയിട്ട് മൊത്തം അന്വേഷിക്കുകയാണ്. എല്ലാ ഓട്ടോറിക്ഷക്കാരത്തും പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടീനെ അറിയോ, ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ, ഇന്ന കുട്ടിയാണ്, ഇതിൻ്റെ വീട് ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ ആ അഡ്രസ്സ് മുഖേന ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ മോൻ. അങ്ങനെ ആ മോനേനെയും കൂട്ടിയിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ശ്രുതിനെയും ശ്രുതിയുടെ അമ്മേനെയും കണ്ടിട്ട് ശ്രുതി ഞെട്ടണത്. ശ്രുതിയുടെ പൊട്ടിക്കരഞ്ഞിട്ടുള്ള ഓട്ടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ശ്രുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിവാഹം കഴിച്ച അതിലൊരു കുട്ടിയുള്ള ഒരാളാണെന്നുള്ള കാര്യം ശ്രുതിയുടെ വീട്ടുകാരോടും ആളുകളോടും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇടുത്തിയുടെ മുകളിൽ ഇടുത്തി തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണിരിക്കണത്.